അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ സമ്പത്തിയാറാകും 90 വലിയ രോഗത്തുക ഷിഫ കിട്ടും. എന്ത്ര ബേജാർ എന്ത്ര ടെൻഷൻ എന്തേനുണ്ടെങ്കിലും പരിഹാരം കിട്ടും. പടച്ചറബിടെ പ്രത്യേകമായിട്ടുള്ള കാവൽ കിട്ടും. കാരണം അവിടെ എനിക്കത്തെ ശ്രേഷ്ഠമായ അദ്ഭുതമായ ഫലതൻ്റെ എനിക്കത്തെ ദിക്റായിട്ടിക്കടെ ഇണ്ട് നിങ്ങളൊട്ടിക്ക് ചൊല്ലത് ചുമ്മത്താൽമാർ ദുആർക്കോ ചൊന്നാർ പഠിച്ചോ അങ്ങനെയും അങ്ങനെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഹൈറും സന്തോഷവും പഠിച്ചോ ആഫിയത്തുള്ള ആരോഗ്യമുള്ള ദീർഘായുസ് നൽകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അഫ്ദലു ദിക്ർ, ദിക്റിന്റെ കൂട്ടത്തിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ നമുക്ക് എല്ലാവർക്കും തുല്യ ദിക്റായിട്ടിക്കടെ ലാ ഇലാഹ ഇല്ലല്ലാഹ്. ഈ ഒരു ദിക്ർ കഴിഞ്ഞെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠമായ ദിക്ർ ഏതെങ്കിലും കൊന്തുണ്ട ഞങ്ങൾ എല്ലാവർക്കും തുല്യതായിട്ടിക്കടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. സാധാരണ ചൊല്ലാറുണ്ട് ചില ആൾമാർ ഇതെല്ലാം കുസാൽക തമാശ കോമഡി ചൊല്ലുമ്പോഴത്തേക്കും ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ എങ്ങനെ ചൊല്ലങ്ങുള്ള. പക്ഷേ ಇದರ ಶ್ರೇಷ್ಠತೆ ಇದರ ಮಹತ್ವ ഞങ്ങൾ ചുമ്മത്താൽമാറും ഗൊന്തില്ല. ഗൊന്തിന്നേന് കണ്ടെങ്കിൽ ലൈഫിൽ എല്ലാ നാളും ഈ ഒരു ദിക്ർ ഞങ്ങൾ ഇൻക്ലൂഡ് ആക്കുക ചൊല്ലാൻ ചൊല്ലത് യാതൊരു നിലക്കുള്ള ഡൗട്ടും വേണ്ട. കൃത്യമായിട്ട് മഖ്റജ് അനുസരിച്ചിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ അതല്ലെങ്കിൽ ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഇങ്ങനെ രണ്ട് രൂപത്തിലും ചൊല്ലാം. അപ്പോൾ ഫുള്ളായിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം അതായിട്ട് ശ്രേഷ്ഠമായ രൂപം. അപ്പോൾ ഇതൊരു അർത്ഥം ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് ലാസ്റ്റ് ചൊല്ലുമ്പോൾ ഇതിന്റെ പവർ എന്തിനാ നിങ്ങൾ കേൾക്കോളൂ. മുത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊന്നെന്തരെ കൻസും മിൻ കുനൂസിൽ ജന്ന. ഇത് സ്വർഗ്ഗത്തെ നിധികൾപ്പെട്ട ഒരു നിധിയായിട്ട് കിടേണ്ട ഈ ഒരു ദിക്ർ മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പരിചയപ്പെടുത്തത്. രണ്ടാമത്തത് മൻ ഖാല ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാ കാന ദവാഅൻ മിൻ 99 ദാഅ. ഈ ഒരു ദിക്ർ അത് 90 വരുമ്പോൾ രോഗത്തുകൊല്ല മരുന്നായിട്ട് കിടേ ഷിഫയായിട്ട് കിടേ പരിഹാരമായിട്ട് കിടേണ്ട മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ചൊല്ലു. നാലാമത്തെ ഈ ഹദീസിൽ നബി തങ്ങൾ ചൊന്നതായിട്ട് കിടേ ഐസറു അൽ അഹമു. ആ രോഗത്തിൽ ഏറ്റവും ചെറിയത് ഏതെന്ന് കേട്ടെങ്കിൽ അൽ അഹമു ടെൻഷൻ ആയിട്ട് കിടേ ബേജാറായിട്ട് കിടേ ഇണ്ട് തങ്ങൾ നോക്കിക്കൊണ്ടുള്ള ഹാർട്ട് അറ്റാക്ക് ഹാർട്ട് ഫെയിൽ ചെറിയ ചെറിയ ബാലക്കാർ മരിച്ചു പോകേണ്ട കാണന്റെ ടെൻഷൻ ആയിട്ട് കിടേ പല നിലക്കുള്ള ചിന്തനങ്ങൾ അവിടെ ജോബിലൂടെ ബിസിനസ്സിലൂടെ കുടുംബജീവനത്തിൽ ഇങ്ങനെ ടെൻഷൻ പല നിലക്കുള്ള ടെൻഷൻ ആയിട്ട് സഹിക്കുകയാവില്ല. എന്തിനാക്കണം കൊന്തായോണ്ടില്ല അവസാനം സൂസൈഡ് ആക്കണമെങ്കിൽ താൽമാറ സമയത്ത് ഞങ്ങളുടെ യാറത്തിൽ കണ്ടോണ്ടുള്ള എനിക്കത്തെ വിഷയമായിട്ട് കാണുന്നത് ലോകത്തിൽ ഏറ്റവും എല്ലാവരും ആഗ്രഹിക്കരുത് നെമ്മതിയായിട്ട് സമാധാനമായിട്ട് മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വെളിപ്പാട്ട് നിന്റെ എല്ലാ ടെൻഷനുകളും ബേജാറും പരിഹാരമായിട്ട് ഈ ഒരു ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ധാരാളമായിട്ട് യാറെ ഞങ്ങൾ ഇങ്ങനെ ചൊന്നുകൊണ്ടിരുന്നാണ് ഉണ്ടെങ്കിൽ ഏത് ടെൻഷനും ഏത് ബേജാറും ഇക്കട്ടെ എല്ലാത്തും പരിഹാരം കിട്ടുണ്ടായിട്ടിക്കടെ. അതേപോലെ നാലാമത്തത് ഈ ഒരു ദിക്ർ യാറ ചൊന്നേനുണ്ടെങ്കിൽ സമ്പത്ത് യാറാവിടോ ബറക്കത്ത് യാറാവിടോ. ഒരു ചരിത്രം നിങ്ങൾ ചൊല്ലെ മഹാനായിട്ടുള്ള ഔഫ് ഇബ്നു മാലിക് അൽ അശ്ജഈ റളിയല്ലാഹു അൻഹു സ്വഹാബിയായിട്ടിക്കടെ മുത്തു മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ടമണ്ട് പാവപ്പെട്ട ഭാര്യ ഒരു കഷ്ടത്തിലുള്ള എനിക്കത്തെ സ്വഹാബിയായിട്ട് വന്ന് ചൊല്ലു നബിയെ നന്റെ മോണ് സാലിബ് ഇബ്നു ഔഫുടെ ശത്രുമാർ പിടിച്ചോണ്ട് പോയിടാർ അവണെങ്കിൽ അറസ്റ്റ് ആക്കിറാർ ജയിലിൽ വെച്ചിറാർ. ആ ഒരു മോണ് നഹിച്ചത് കൊണ്ടിട്ടായിട്ട് ഞങ്ങൾ മൂന്നേറെ കഞ്ഞി ഓടിച്ചുകൊണ്ടുള്ള വലിയ കഷ്ടത്തിലായിട്ട് ഞങ്ങൾ ഉള്ളേ എന്തെങ്കിലും ഒരു പരിഹാരം ചൊന്തറു നബിയേൻ്റെ മുത്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുട്ട വന്നിട്ട് മഹാനായിട്ടുള്ള ഔഫ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ചൊന്നിട്ടാമെന്ന് നബിത്തങ്ങൾ ചൊന്നേന്ദ്രേ ഓ നിങ്ങൾ ഒരു സ്വറാക്കുറ് നിങ്ങളെ ഒട്ടിക തെച്ചിട്ട് നിങ്ങളെ കുടുംബം ഒട്ടിക തെച്ചിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഈ ദിക്ർ ചൊന്നോണ്ടിക്കോറോ നിങ്ങൾക്ക് പരിഹാരം കിട്ടുക. നിങ്ങളെ ഈ ഒരു ബേജാർക്ക് പരിഹാരമാണ് മുത്തനബി തങ്ങൾ ചൊന്തണ്ട്. അങ്ങനെ ഈ കുടുംബത്തുള്ള ആൾമാരെല്ലാം കൂടിയിട്ട് ഈ ദിക്ർ ചൊന്നോണ്ടുള്ള ഇങ്ങനെ പാതിരാജാവാമ്പത്തുകോ ഒരാൾ ഇങ്ങനെ ബായിൽ തട്ടത് കാണ്ട് അങ്ങനെ ബായിൽ ഓപ്പണായി നോക്കിയുമ്പോൾ സാലിബ് ഇബ്നു ഔഫ് മോനായിട്ട് എതിരിൽ കാണുന്നത് വലിയ സന്തോഷാവടോ വലിയ ഖുഷിയാവടോ. പുറത്ത് നോക്കുമ്പോഴത്തേക്കോ അതാ 400ഓളം അതാ വൺടേക്ക് ഇങ്ങനെ വന്ന് നിന്നിട്ടുണ്ടോ. അപ്പോൾ അത്ഭുതത്തിൽ കേൾക്കട് ബാപ്പ അല്ല മോനെ ഇതെന്തൊരു വിഷയ ഞാൻ അത്ഭുതകരമായിട്ട് ആ ജയിലിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടു വന്ന് ഞാൻ പറയുമ്പോഴത്തേക്കോ ശത്രുമാർ ആ അങ്ങനെ കീഴിൽ നിന്ന് കണിക്കത്തെ വൺടെങ്ങെല്ലാം നൻ്റെ ഒട്ടിಗೆ ಬಂತು. അപ്പോൾ ഈ ബാപ്പಗೆ എന്തിനാക്കണം ಗೊತ್ತಾಯಿಲ್ಲ ಸುಬಯಾಮತ್ತು ನೇರ ಮುತ್ತು ನಬಿ ತಂಗಲ ಮುಟ್ಟಬೋ ನಬಿಯೇ ನಿಂಗೆ ಚೊಂದ ದಿಕ್ಕಿರ ನಂಗೆ ಇങ്ങനെ ചൊന്നു
ചൊന്നുകൊണ്ടിരിക്കുമ്പോൾ ഇങ്ങനെ മോണ് വന്നതും അതിലൊട്ടിങ്ങനെ കുറേ ವಂಟೆಗೆಲ್ಲ ಬಂದದು ಆ ವಂಟೆಗೆ ಎಂದ್ರ ಹಾಕೊಂಡು ಗೊಂತಾಯಿಡು ನಬಿಯೇ ಅಪ್ಪ ನಬಿ ತಂಗ ಚೊಲ್ಲು ಓ ಔಫ್ ಇಬ್ನ್ ಮಾಲಿಕ್ ನಿಂಗೆ ಬೇಜಾರಾവണ്ട ആ വണ്ടേ നിങ്ങൾക്ക് ഉള്ളതായിട്ട് ഇവിടെ എന്തുമില്ലാത്ത കുടുംബം ജാവത്ത് സുബയാവത്തുകോ വലിയ ആസ്തി ഉള്ള കണിക്കത്തെ ഒരു കുടുംബമായിട്ട് വലിയൊരു സാമ്പത്തികമായിട്ടുള്ള കഴിവായിട്ട് ഇവിടെ ആ കുടുംബത്തെ കിട്ടി കാണുന്നേ ഈ ഒരു ദിക്റായിട്ട് ഇവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അഞ്ചാമത്തേത് ഒരാൾ ഉറങ്ങുന്ന സമയത്ത് ഈ ദിക്ർ യാറെ ചൊന്നിട്ടോ ഉറങ്ങട് അയാൾക്ക് നല്ലൊരു കിനാവ്. ചിലപ്പോൾ അയാൾ ഉംറത്തുക്ക് പോകണം, ഹജ്ജ് പോകണം, മദീന കാണണം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു ആശ ഇങ്ങനെ നല്ല ഒരു വിഷയത്തിൽ നല്ലൊരു കിനാവ് അയാളെ കാണുന്നത് അത് ലൈഫിൽ അയാൾക്ക് അത് യാഥാർത്ഥ്യമാവുണ്ടായിരിക്കട്ടെ. മഹാന്മാർ പഠിപ്പാട്ടിയത്. ആറാമത്തത് മുസ്തജാബ് ദ്വാ. ഈ ഒരു ദിക്ർ യാറെ ചൊന്നുകൊണ്ടുണ്ടെങ്കിൽ ആ ദ്വാക്ക് ഇജാബത്തുണ്ട്. ഏഴാമത്തെ എല്ലാവരും ആഗ്രഹിക്കുന്നതായിട്ടിക്കടെ മരിക്കട സമയത്ത് ഹുസ്നുൽ ഖാത്തിമ നല്ലൊരു മൗത്ത് കിട്ടണോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് നല്ലൊരു മരണം ഈമാൻ സലാമത്തായിട്ടുള്ള എനിക്ക് മൗത്ത് കിട്ടുണ്ടായിരിക്കട്ടെ. നിങ്ങൾ ഓരോരുത്തരെ ആശ ഇപ്പം നിങ്ങൾ ഉംറത്ത് പോയെന്നുണ്ടെങ്കിലും ഓരോരുത്തർ ചൊല്ല് ദ്വാന്തരെ നിങ്ങൾ ഈമാൻ സലാമത്താവുക ദ്വാർക്കാണ്. അതിരാണ്ട് വലിയത് ലോകത്തിൽ ദുനിയാവിൽ വേറെ ഏതും ഇല്ലാണ്ടായിരിക്കട്ടെ. അപ്പോൾ ഈ ഒരു ദിക്ര പിറുസ വെച്ചിട്ട് യാറെ ചൊല്ലണം മരിക്കുന്ന സമയത്ത് നല്ലൊരു മൗത്തായിട്ട് ഇവിടെ കിട്ടിയത്. എട്ടാമത്തത് അവൻ്റെ ലൈഫിൽ വന്നുപോയ ചെറിയ ചെറിയ തപ്പുങ്ങ പഠിച്ചോണ് പൊറുക്കിട. ഒലിമാമത്തത് അവൻ ഔത്ര എന്തെങ്കിലും ഒരു അഗത്യത്തിൽ എന്തോ ഒരു വിഷയത്തിൽ പുറത്തു പോയിട്ടിന്ന എന്നേണ്ടെങ്കിൽ പുറത്തു പോയിട്ട് തിരിച്ച് വണ്ട കൊടുത്തോല വലിയ കാവലായിട്ട് ഇവിടെ ഞങ്ങളെ മക്കങ്ങളിലെ പുറത്തു പോകുമ്പോഴത്തോ ഈ ദിക്റല്ല അങ്ങനെ ചൊല്ലുപാട്ടല്ലേ. സാധാരണമായിട്ട് ഒരു ഔത്ര പുറത്തു പോകും ബിസ്മില്ലാഹി തവക്കൽതു അലല്ലാഹ് വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ ഈ ദിക്ർ ചൊല്ലുണ്ടായിരിക്കട്ടെ. ഞങ്ങളെ മക്കങ്ങളെ ഞങ്ങൾ ചൊല്ലുപാട്ടുണ്ട്. ഇന്നത്തെ ആ ഒരു ടൈമും കാലവും എല്ലാം സമയമില്ലാത്തതായിട്ടിക്കട്ടെ. പല നിലക്കുള്ള ബടക്കത്തറും നിറഞ്ഞതായിട്ടിക്കട്ടെ. എങ്ങനെ തെറുതപ്പി പോകാൻ ചൊല്ലുക സാധ്യമില്ലാത്ത ഈ ഒരു കാലത്തിൽ ഈ ദിക്ർ ഞങ്ങളും ഞങ്ങളെ മക്കളെല്ലാം ഞങ്ങൾ ചൊല്ലണം. പഠിച്ചോ തൗഫീഖ് തരട്ടെ. പത്താമത്തത് ഈ ദിക്ർ ചൊന്നേനെങ്കിൽ നരകത്തിൽ നിന്നുള്ള മോചനമായിട്ടിക്കട്ടെ. പോണൊന്നാമത്തെ 4 മഹ്ശറക നിങ്ങൾ എത്തുമ്പോൾ ഞങ്ങളതാ മീസാൻ അതിലെ നന്മ തിന്മ ഇങ്ങനെ തൂക്കാക്കുമ്പോഴത്തേക്കോ ലാ ഹൗല വലാ ഖുവത ഇല്ല ഈ ദിക്ർ അതിൽ വെക്കുമ്പോഴത്തേക്കോ ആ ഒരു നന്മയുടെ തൂക്ക ജാസ്തിയാവിടോ. അതേപോലെ 12ാമത്തത് അർഷിയുടെ തണൽ. ഇൻ്റെ തങ്ങ കിലോമീറ്റർ എത്രമോ കിലോമീറ്റർ അപ്പുറമുള്ള കണിക്കത്തെ ആ സൂര്യയുടെ ചൂട് നിങ്ങൾ സഹിക്കുകയോണ്ടില്ല. 4 മഹ്ശറക്ക് എത്തിയ നിങ്ങൾ അവസ്ഥ എന്തിന് ഒരു ചാണ്ട് മേലായിട്ടിക്കടെ ഈ ഒരു സൂര്യ വന്ന് നിൽക്കരുത്. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾ എല്ലാവരും ആഗ്രഹിക്കരുത് അർഷിയുടെ തണൽ കിട്ടണോ. ആ ഒരു തണൽ കിട്ടുകോ ഈ ഒരു ദിക്ർ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം ഈ ദിക്ർ കാരണമാവോട്. 13ാമത്തത് പഠിച്ചു നിങ്ങൾക്ക് കുറേ നിഅമത്ത് തന്നറ. നല്ല കുടുംബ, നല്ല അക, അതേപോലെ നല്ല ബിസിനസ്, നല്ല സ്വറ ഇതെല്ലാം പഠിച്ചു തന്നറല്ലേ. ഇതെല്ലാം നീങ്ങിപ്പോകൂ തീറ, നിങ്ങൾക്ക് നഷ്ടമാകൂ തീറ. അപ്പോൾ ഈ ഒരു ദിക്ർ ആരെങ്കിലും യാറെ ചൊല്ലാണ്ട് കണ്ടെങ്കിൽ ആ ഒരു നിഅമത്തെല്ലാം നിങ്ങളെ വിട്ടുപോവല. അതേപോലെ 14ാമത്തത് പഠിച്ചോ നിങ്ങൾക്ക് ഇനിയും യാറെ അനുഗ്രഹത്തണ്ട. 15ാമത്തത് ഞങ്ങൾ എല്ലാവരും പേടിക്കരുതായിട്ട് കണ്ണ് ദൃഷ്ടി, അതേപോലെ സിഹിർ മാട്ടാക്കരുത്, അതേപോലെ നഞ്ചലമാറിൻ്റെ നഞ്ചലമാറി ഹറായി പോയി അടിക്കത്തൊരു കാലമായിട്ട് ഇവിടെ. അപ്പോൾ അസൂയയിൽ നിന്നിട്ടും സിഹിറിൽ നിന്നിട്ടും കണ്ണേറിൽ നിന്ന് എല്ലാത്തും വലിയ കാവലായിട്ട് ഇവിടെ. 16ാമത്തത് പഠിച്ചുകൊണ്ട് പ്രത്യേകമായിട്ടുള്ള ഹിഫാദത്തിലെ കാക്കട മലക്കുമാറുള്ള. അപ്പോൾ അങ്ങനത്തെ മലക്കുമാർ പ്രത്യേകമായിട്ട് ഓണ് കാവല് നിൽക്കും. 18ാമത്തത് ഖബറുൽ കൂട്ടുകാരനായിട്ട് ഒരു ചങ്ങായി ആയിട്ട് ഈ ദിക്ർ ബറു. 10ാമത്തത് ഞങ്ങൾ ഒന്നുണ്ട് ബദർ യുദ്ധം നടന്നത്. മുസ്ലിമീങ്ങളെ ഏറ്റവും വലിയ വിജയമായിട്ട് ഇവിടെ ബദർ യുദ്ധത്തെ ആ ഒരു വിജയം ചൊല്ലുന്നത്. അതുകൊണ്ടായിട്ട് ബദ്രീങ്ങളെല്ലാം വലിയ പവർ ഉള്ളതെല്ലാം ഞങ്ങൾക്കൊന്തുള്ള വിഷയമായിട്ട് ആ വിജയത്ത് കാണമായ ഒരു ദിക്റായിട്ട് ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. ഒന്നുമില്ലാത്ത സ്വഹാബത്ത് പട്ടിണിയായിട്ട് ആയുധമില്ല എന്തുമില്ല. അങ്ങനെ ഏറ്റവും വലിയ ആയുധമായിട്ട് എന്ത് ഈ ഒരു ദിക്ർ. 20ാമത്തത് അല്ലേ പരീക്ഷങ്ങൾ. ഞങ്ങളെ മക്കങ്ങ പരീക്ഷങ്ങ ഇൻട്യൂ പോകുമ്പോഴത്തോ അല്ലെങ്കിൽ എന്തെങ്കിലും സ്വർത്തര വിഷയത്ത് പോകുമ്പോഴത്തോ ഈ ഒരു മനസ്സിൽ ഒരു പേടി എന്തിനാവിടാൻ ചൊല്ലി എനിക്ക് എത്ര പേടിക്കിട്. അപ്പോൾ ഈ ഒരു ദിക്ർ യാറെ ചൊന്നിട്ട് പോകണ്ടാണെന്നുണ്ടെങ്കിൽ അതൊക്കെല്ലാത്തും വലിയ പരിഹാരമാണ്. അതൊക്കെ എന്താ വെച്ചാൽ ഓരോ നിസ്കാരത്തിൽ പിന്നെ ഒരു പോടുന്നവട്ടെ ഈ ദിക്ർ എന്താക്കുക കണ്ടിന്യൂ ആയിട്ട് ചൊല്ലുക. 21ാമത്തത് ഞങ്ങളെ പല കുടുംബത്തെ ബേജാറായിട്ടിക്കടെ ഒരു മക്കയില്ല, മക്കൊന്നാവണോ, ഒരു സ്വാലിഹായ മക്കളെ കിട്ടണോ. മങ്ങിലായിട്ട് വർഷങ്ങൾ കഴിഞ്ഞിട്ട്
ഇതൊക്കെ മെയിനായിട്ട് ഡെയിലി നിങ്ങൾ കമൻറ്റ് ബോക്സ് എടുത്ത് നോക്കിയിട്ടുണ്ടെങ്കിൽ എപ്പോഴും ഈ ഒരു ദ്വാ നിങ്ങൾക്ക് കാണുന്നുണ്ട്. അപ്പോൾ അതുക്കും വലിയൊരു പരിഹാരമായിട്ട് ഇവിടെ ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അതിങ്ങനെ ചൊന്നു തീർക്കാവാത്ത എനിക്കത്തെ ഫലമില്ല എനിക്കത്തെ ഒരു ദിക്റായിട്ട് ഇവിടെ. അപ്പോൾ ലൈഫിൽ എന്താക്കുക യാറയാറോ ചൊല്ലു, പ്രത്യേകിച്ചും ഈ ദുൽഹിജ്ജ തിങ്കളിൽ നല്ല 10 നാളായിട്ട് ഇവിടെ. അപ്പോൾ ഈ ഒരു ദിക്ർ നിങ്ങൾക്ക് ഡെയിലി ചൊല്ല, എന്തും ഇല്ലെങ്കിൽ അല്ലാത്തണ്ടും നാൾക്കൊരു സുബഹി നിസ്കരിച്ചിട്ട് ഒരു 100 വട്ട ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. അതേപോലെ ജാവുക മകരിസ്കരിച്ചിട്ട് അല്ലെങ്കിൽ കിടക്കിടേക്ക് മുന്നലായിട്ട് ഒരു 100 വട്ട ഈ ദിക്ർ നിങ്ങൾ ലൈഫിൽ നിങ്ങൾ കൊമ്പണ്ടാണ് കണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സുക്കും വലിയ സമാധാനം, നിങ്ങൾക്ക് വലിയ കാവലും കൂടിയായിട്ട് കിട്ടിയത്. അതേപോലെ ഈ ഒരു ദിക്ർ അടുത്ത ലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അലീം. നക്ക് ഒരു ശക്തിയുമില്ല, നക്ക് എന്തുമില്ല, നിൻ്റെ എല്ലാം നിയന്ത്രിക്കുക, എല്ലാം പഠിച്ചോണായിട്ടിക്കടെ, എല്ലാ ശക്തിയും എല്ലാ യുക്തിയും എല്ലാം പഠിച്ച റബ്ബുകായിട്ടിക്കടെ ഉള്ളത് അൽ അലിയിൽ അലീം. അവനായിട്ടിക്കടെ മേലെയായവൻ, അവന് വലിയവനായിട്ടിക്കട, അവനായിട്ടിക്കടെ വലിയ ബഹുമാനമുള്ള ഇതായിട്ടിക്കടെ ഇതിൻ്റെ അർത്ഥം. അവർ ഈ ഒരു അർത്ഥം കൂടി പഠിച്ചിട്ട് നിങ്ങൾ എന്താക്കുക ഈ ദിക്ർ നിരന്തരമായിട്ട് ചൊല്ല പഠിച്ചോൻ തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ചൊമ്മ ദിക്ർ ചൊല്ലും, ഈ ദിക്ർ ചൊന്നിട്ടോ ആ ഈമാ സലാമത്തായിട്ട് മരിക്കും. അല്ലാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അതേപോലെ നിങ്ങളെ ഉംറ യാത്ര ഇൻഷാ അല്ലാ നാളെ ജൂൺ 25 താരീഖായിട്ട് നിങ്ങൾ ആരെങ്കിലും കൊണ്ടാണെങ്കിൽ ഞങ്ങളെ ഒരു യാത്ര ഇങ്ങനെ ചൊന്നെങ്കിൽ മക്ക മദീനത്തുള്ള എനിക്കത്തെ എല്ലാ ജാഗ്യവും കണ്ടിട്ട് അവിടുത്തെ എല്ലാ ചരിത്രം ചൊന്നിട്ടുള്ള ഒരു യാത്രയായിട്ടിക്കടെ. ഒരേ പോയാൽ പിന്നെ എക്സ്ട്രാ പൈസ എടുക്കണമാ, ഇങ്ങനത്തെ ഏതൊരു വിഷയം പരിപൂർണമായിട്ട് ബന്ധങ്ങൾക്ക് കംപ്ലീറ്റ് തൃപ്തിയാണ് പൊരുത്തമാണ് ചൊല്ലി എനിക്ക് എത്ര നെയ്യത്ര യാത്രയായിട്ട് ഇൻഷാ അല്ലാ നിങ്ങൾ ബണ്ടാണെന്നുണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പറിൽ നിങ്ങൾ കോൺടാക്ട് അവർ പഠിച്ചു. നിങ്ങൾക്ക് ഹജ്ജും ഉംറയും മദീന സിയാറത്തൊക്കെ അല്ലാഹു തൗഫീഖ് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.